ഇതാണ് നമ്മുടെ അലുവക്കച്ചവടക്കാരൻ അന്തൃക്ക. വെറും പാവ. അതുകൊണ്ട് തന്നെ എന്നും മാറെങ്കിലും അന്തൃക്കയെ പറ്റി. മര്യാദക്ക് ഈ സത്യം പറഞ്ഞോ. ഈ പല സാധനങ്ങളും ഇവിടെ എടുത്തോണ്ട് അതേപോലെ അല്ലത് ഈ ലഡു എടുത്തുണ്ടോ? എന്നാ കുഴപ്പമില്ല. കാരണം ഞാൻ ഈ എലീനെ പിടിക്കാൻ വേണ്ടിട്ട് എലി വേഷം പറ്റി വെച്ചിട്ടുണ്ട് ആ ലഡു. അതുകൊണ്ടാ പറഞ്ഞത്. എലീന് മാത്രല്ലടാ, അന്നെ പോലുള്ള പെരിച്ചാടികൾ വരെ പിടിക്കാനുള്ള കഴിവൊക്കെണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ? നമുക്കേ ദജ്ജാലുകള് ഇനി പിടക്കാണ്ട് അന്റെ മുട്ടുകാരി ഞാൻ തല്ലി മുറിക്കും. നമുക്കേ എക്സ്ക്യൂസ് മീ, ഇക്കാക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്നെ പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് തോന്നി മനസ്സിലായില്ലെന്ന്. ഞാൻ കുറച്ചു നാൾ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. അതാണ്. അതെ അതെ അതെ. അപ്പൊ വീട് കുറച്ച് വടക്കാണ്. എക്സ്ക്യൂസ് മീ, ഒരു ഫോൺ വന്നിട്ടുണ്ട് വെളിയിൽ നിന്നാണ് കേട്ടോ. ഹലോ, ഞാനിങ്ങ് വന്നിറങ്ങിയതേ ഉള്ളൂ. സംസാരിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ല, ചെറിയൊരു കുഗ്രാമമാ. നമ്മുടെ ബിസിനസ് ഇവിടെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ബിസിനസ് തന്നെയാണല്ലേ? കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട വേണ്ട വേണ്ട. ഞാനൊരു കസിന്റെ വീട് വരെ വന്നാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണമല്ലോ. കറുത്തലുവ് എന്ത് വിലയാ? അത് കറുത്തലുവല്ല, അത് വെളുത്തല് വേണം. അല്ല, എന്നിട്ട് അത് കറുത്താണല്ലോ ഇരിക്കുന്നത്. അത് ഈച്ച പൊതിഞ്ഞിരിക്കും, ആറ്റ വെളുക്കും. വെളുക്കണ. ഓ, ഈച്ച പോയി കഴിഞ്ഞ് വെളുക്കും. ഇത് കറുത്തല് വേണം. ഇതെന്ത് വിലയാ? ഇത് 160. 160. ഈ മഞ്ഞ? ഇത് 140. ഈ പച്ച? പച്ച മഞ്ഞൊക്കെ 140. ഈ വിലയില്ലാതെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇച്ചിരി കൂടിയ അലുവല്ലേ? പിന്നെ സ്പെഷ്യൽ അലുവണ്ട് അരിയുടെ, പക്ഷെ അത് ഇത്തിരി വില കൂടുതലാണ്. 240. വിലയല്ലല്ലോ ഇക്കാ പ്രശ്നം, ഫുഡല്ലേ. അപ്പൊ എടുക്കാല്ലേ? ഇതെടുക്കും ഒരു കിലോ. താങ്ക് യു. അണ്ടിപ്പരി ബന്ധു വലിയ അത് 360 വരും. 360 രൂപയുള്ളൂ. അത് 1 കിലോ എടുക്ക്. ഈ ലഡു എന്ത് വലിയ? ലഡു 80 രൂപ. 80 രൂപ അല്ലേ? അത് 1 കിലോ എടുക്കും. ഈ ക്രിസ്മസ് ഉണ്ടോ? ക്രിസ്മസ് ഇല്ല, നമുക്ക് പെരുന്നാളല്ലോ. ക്രിസ്മസ് അല്ല, ഉണക്കമുതിരി. ക്രിസ്മസ് ഉണക്കമുതിരി ഉണ്ടോ? പിന്നെ അത് 1 കിലോ എടുക്കും. ഓ, പിന്നെ എന്നതായി? നീ വേറെ എന്തെങ്കിലും? മതി 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 മതി, പിള്ളേർക്കല്ലേ, അത് മതി. അപ്പൊ എല്ലാം കൂടി എത്രയായി? എല്ലാം കൂടി അലുവ 1 കിലോ, ലഡു 1 കിലോ, അണ്ടിപ്പരിപ്പ് 1 കിലോ, പിന്നെ ക്രിസ്മസ് 1 കിലോ. 360 പിന്നെ 550. അപ്പൊ പാക്ക് ചെയ്യാല്ലേ? പാക്ക് ചെയ്യാൻ പറട്ടെ. ഇതെല്ലാം കൂടെ ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ അകത്ത് ഇട്ടേച്ചും ഈ കൈ കൊണ്ട് നല്ല കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ കൂടി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു പുതിയൊരു ഐഡിയ ആണല്ലോ. പുതുമ തേടുന്നവരാണല്ലോ നമ്മൾ മലയാളികള്. അല്ല, ഇതൊന്നും ആരും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്തു. കൈ കൊണ്ട്, കൈ കഴുകൊന്നും വേണ്ട. നോ പ്രോബ്ലം. കാശുള്ളവർക്ക് എന്തോ എനിക്കാവുന്നത് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്തു. ഇയാണോ ആൺകുട്ടി? സാധനങ്ങൾ മേടിക്കുമ്പോ ഇങ്ങനെ വാങ്ങണം. നല്ലോണം അങ്ങ് മിക്സ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഇനിക്കാളും കൊണ്ട് പോയിക്കാന്നേ. ഒറ്റ അണ്ടിപ്പരിപ്പ് മിസ്സാകരുത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കണം. എല്ലതും ഉണ്ട്. പാക്ക് ചെയ്യാല്ലേ? പാക്കാൻ പറ്റട്ടെ. ഇനി അതിൽ നിന്ന് ഒരു 2 രൂപയ്ക്ക് എനിക്കിതാ. എന്താ പറഞ്ഞു? ആ മിക്സ് ചെയ്തില്ലേ, അതിൽ നിന്ന് ഒരു 2 രൂപയ്ക്കിതാ. അതിൽ നിന്ന് ഒരു 2 രൂപയ്ക്ക് ഇങ്ങ് തരാൻ. 2 രൂപയ്ക്ക് എടുക്കരുത്, എന്റെ കാശില്ല. അല്ല, നിങ്ങൾ മേടിച്ച്? ഞാൻ തന്നെ വാങ്ങിച്ചു. നല്ല സംഭവങ്ങളാ, നല്ല വിലയുടെയൊക്കെയാ. അതെ. അല്ലപ്പോ എന്താ ചെയ്യുന്നത്? 2 രൂപയ്ക്ക് അതിൽ തന്നാ മതി. 2 രൂപയ്ക്ക് ഇത്ര വില വെടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അതിനെ കൊണ്ട് കൂട്ടി കുഴപ്പിച്ചിട്ട് അതിന് 2 രൂപയ്ക്കാ? 2 രൂപയ്ക്ക് അന്നെ ഞാൻ കൊല്ലൂറത് വെച്ചാലേ. ഏടാ 2 രൂപയ്ക്ക് തരാൻ തരില്ല. തരത്തില്ല നീ? അല്ല, 2 രൂപയ്ക്ക് പോയിക്കോ. പോയിക്കൊണ്ടേ കത്തിണ്ട് എന്നാ വേണ്ട. ഇനിയിപ്പം ഇറച്ചിക്കട. അവിടെ ആകുമ്പം കോഴി, ആടും, പോത്തും, കാളയും എല്ലാം കൂടെ നല്ല പോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് 1.5 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് ഞാൻ എന്റെ വീട്ടിൽ എന്തൊക്കെ ആ ഭ്രാന്തനായിട്ടൊക്കെ വെറുതെ തമ്മിൽ തല്ലി വല്ല കാര്യമുണ്ട്? തല്ലല്ല, കൊല്ലണ്ട സൈസ് അതൊക്കെ.
അതൊക്കെ പോട്ടെ, എങ്ങനെ പോണ അലുവക്കടയൊക്കെ? അലുവാക്കടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അലുവ ഒരെണ്ണം പോണില്ല. അതെന്താണ്? കണ്ടിലൊക്കെ പൂത്തിരിക്കണത്. അതിരിക്കട്ടെ, ഇക്കടെ മൂത്ത ഒരു അഷറഫ് ഉണ്ടായില്ല, അവനിപ്പോ എവിടെ നിൽക്കാ? അപ്പൊ ഈ ഗൾഫിലായ കാരണം വിവരം അറിഞ്ഞില്ലേ? അവൻ രാഷ്ട്രീയത്തിലല്ലേ? രക്ഷപ്പെട്ടോ? പിന്നെ 12 കൊല്ലം പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ച് തോറ്റ്. പിന്നെ ഇപ്പൊ ഈ 13ാമത്തെ കൊല്ലം മത്സരിച്ച് ജയിച്ചു. അതിന്റെ സന്തോഷത്തിൽ പടക്കം പൊട്ടിച്ചതാ. അതോടുകൂടെ കാറ്റും. അയ്യോ കഷ്ടായില്ല. അപ്പൊ ഇനിയുള്ള ഇളയമ മാത്രമുള്ള അവന് ജോലിയൊന്നും ആയില്ലേ? അവൻ കാർ ഓടിക്കല്ലേ? സ്വന്തം കാറാ? ഞാൻ ഈ കഴിഞ്ഞ മാസം മേടിച്ചു കൊടുത്തു. അപ്പൊ നല്ല വരുമാനത്തിലൊക്കെ ആയിരിക്കുമല്ലോ. 8 വയസ്സുള്ള ചെക്കൻ കട്ടിലും മറ്റും 8 രൂപയുടെ കാർ ഓടിച്ചാൽ നല്ല വരുമാനം. മറ്റേ കാറ് ഇങ്ങോട്ട് വന്നടാ, കടക്കൊന്ന് കാണി. എന്തായാലും കുറെ നാളായില്ലേ നമ്മുടെ കടയിലേക്ക് വന്നിട്ട്. ഒരു കഷ്ണം അലുവ അങ്ങോട്ട് തിന്നേ. ഈ പുതിയൊരു അലുവ ഒന്നും ഉണ്ടാക്കാറില്ല ഇവിടെ. പിന്നെ 8 കൊല്ലം മുമ്പ് ഉണ്ടാക്കി ഈ അലുവ തന്നെ ചെലവായിട്ടില്ല. പിന്നെ പുതിയത് ഉണ്ടാക്കണം. 8 കൊല്ലം മുമ്പ്? അപ്പൊ ഇതാരും വാങ്ങാറില്ലേ? എങ്ങനെയാണ് വാങ്ങണത്? വലിയ വലിയ അലുവ കച്ചവടക്കാര് പാട്ടും കൂത്തായിട്ടല്ലേ അലുവ കച്ചവടം ചെയ്യണത്. കൂടപ്പറപ്പും കൂട്ടുകാരുമില്ലാത്ത പാപ്പരാസിയുടെ ജീവിതം. മൈദമാവ് ഉരുകുന്നൊരു വേനൽ പകലിൽ എന്നെ കൊയിലാണ്ടിയിലെത്തിച്ചു. കൊയിലാണ്ടി, അലുവകളുടെ കൊയിലാണ്ടി, അലുവ കടകളുടെ കൊയിലാണ്ടി. ഹലുവ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഒരു സിംഗത്തിന്റെ കടയിൽ. ഉസ്താദ് ബദം ഹലുവ ഖാൻ ആവശ്യമറിയിച്ചപ്പോൾ മൈദ കൊടുക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഈ വൺപാക്ക് ശരീരത്തിൽ എവിടെന്നാണ് ആരോഗ്യം? ബിരിയാണി പണിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച മമ്മദിനെ മനസ്സിൽ ധ്യാനിച്ച് മലബാർ ട്രെയിനിന്റെ നീളത്തിൽ മാവെടുത്ത് ഒരടിയടിച്ചു. കുടച്ചു തീരും മുമ്പേ വിറയാർന്ന കൈകൾ തോളിൽ വെച്ച് ഗുരു ചെവിയിൽ പറഞ്ഞു, എടാ ഹിമാറെ, ഇതല്ല അലുവ, ഇത് പൊറോട്ടയാണ്. പിന്നൊന്നും ആലോചിച്ചില്ല. കുഴച്ചു വെച്ച മാവ് ഉസ്താദിന്റെ അണ്ണാക്കി തള്ളി യാത്ര ആരംഭിച്ചു. മൈദാ കി സിന്ദഗി ജോ കബി നഹി അലുവ ഹോ ജാത്തി ഹൈ. പുരാണകാലത്തെ രാജാക്കന്മാർക്കിഷ്ടം ഹൽവാ. മൊഹബത്തിനായി ഹലാക്കിൻ്റെ അൽവ. ഓ മൊഹബത്തിനായി ഹലാക്കിൻ്റെ അൽവ. അതേത് പലില്ലാത്തോനും തിന്നും ഹപ്പുകുപ്പുന. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെള്ളുത്തല്ലുവ, ചുമന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ.